സംസ്ഥാന സർക്കാരിനെയും CPIM-നെയും ഇകഴ്ത്തിക്കാണിക്കാനുള്ള UDF ശ്രമം വീണ്ടും പൊളിഞ്ഞു. അങ്ങേയറ്റം ശോചനീയമായ റോഡിന്റെ പഴി സർക്കാരിന് മേൽ ചാർത്താനുള്ള UDF ക്യാമ്പിന്റെ ശ്രമങ്ങളാണ് പൊളിഞ്ഞത്. സ്വന്തം പഞ്ചായത്തിലെ റോഡ് തകർന്നത് ബോധപൂർവം മറച്ചുവെച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ് കോൺഗ്രസ് ലീഗ് സഖ്യം. ഈ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി UDF-ഉം BJP-യും സമൂഹ മാധ്യമങ്ങളിൽ സംസ്ഥാന സർക്കാരിനെയും LDF-നെയും താറടിച്ചു കാണിക്കുവാൻ വേണ്ടി പ്രചരിപ്പിക്കുന്നത്. ഈ ദൃശ്യത്തിന്റെ പിന്നിലെ ചില വസ്തുതകൾ പരിശോധിക്കാം. കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ മുയിപ്പോത്ത് തെക്കുമുറി കീഴ്പയ്യൂർ റോഡാണിത്. ഒരു പഞ്ചായത്ത് റോഡാണിത്. അതായത് ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികളുടെയും വികസനത്തിന്റെയും പൂർണ്ണമായ ചുമതല ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിനാണ്. ഇനിയാണ് പ്രധാന ട്വിസ്റ്റ്. ചെറുവണ്ണൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ലീഗ് നേതൃത്വം നൽകുന്ന ഐക്യജനാധിപത്യ മുന്നണിയാണ്. ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ UDF ഭരണസമിതി വികസന വിഷയങ്ങളിൽ കാണിക്കുന്ന അനാസ്ഥക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഇതിന്റെ ഭാഗമായി ഈ മാസം 18, 19 തീയതികളിലായി LDF ചെറുവണ്ണൂർ, ആവള മേഖലകളുടെ നേതൃത്വത്തിൽ 2 കാൽനട പ്രചാരണ ജാഥകൾ സംഘടിപ്പിച്ചു. UDF ഭരണത്തിലുള്ള ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനും ഭരണസ്തംഭനത്തിനുമെതിരെ ജനശ്രദ്ധ ആകർഷിക്കുക, പഞ്ചായത്തിന്റെ അടിസ്ഥാന വികസനം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങളായിരുന്നു ജാഥയ്ക്കുണ്ടായിരുന്നത്. ഈ ജാഥയുടെ ദൃശ്യങ്ങളാണ് വക്രീകരിച്ച് UDF സമൂഹ മാധ്യമങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരായി പ്രചരിപ്പിച്ചത്. ഈ റോഡ് ചെറുവണ്ണൂർ പഞ്ചായത്തിലാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിത്ത് NT സമ്മതിക്കുന്ന ശബ്ദരേഖ പുറത്തുവന്നു. പഞ്ചായത്ത് അല്ല, അതിങ്ങനെ പ്രചരിക്കുന്നതുകൊണ്ട് ചോദിച്ചത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ആ റോഡ് പഞ്ചായത്ത്. പിന്നെ മഴ പെയ്യുന്നതിനെ കൊണ്ടാണ് വർക്ക് ഇപ്പോൾ ഉടനെ ആരംഭിക്കുന്നതാണ്. അതിങ്ങനെ മറ്റുള്ള പഞ്ചായത്തില് ഇത് റോഡാണെന്ന് മറ്റിങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചാണ്. ചെറുവണ്ണൂർ പഞ്ചായത്തിലെ ഭരണസമിതിയുടെ പിടിപ്പുകേടിനെതിരെ ജനങ്ങളെ അണിനിരത്തി LDF നടത്തിയ ജാഥയിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ പൂർണ്ണമായും മ്യൂട്ട് ചെയ്യപ്പെട്ടു. തുടർന്ന് ഈ വീഡിയോയ്ക്ക് മുകളിൽ LDF-ന്റെ വികസന ജാഥ എന്ന തലക്കെട്ടെഴുതി ഇത് ഇടതുപക്ഷത്തിന്റെ വികസന നേട്ടമാണെന്ന് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമം നടന്നു. യഥാർത്ഥത്തിൽ ഇത് UDF ഭരണത്തിന്റെ വികസന മുരടിപ്പിനെതിരായുള്ള LDF സമരമായിരുന്നു എന്നതാണ് വസ്തുത. റോഡിന്റെ ഒരു അവസ്ഥ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അത് വ്യാപകമായിട്ട് LDF ഭരിക്കുന്ന പഞ്ചായത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് UDF കോൺഗ്രസ്സുകാരുൾപ്പെടെ ലീഗുകാരുൾപ്പെടെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. 2-3 കൊല്ലമായിട്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം പല പ്രക്ഷോഭങ്ങളും ഈ റോഡിൻ്റെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവിടെ നാട്ടുകാർ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവിടെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റോ അതുപോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോ തിരിഞ്ഞു നോക്കിയിട്ടില്ല. സ്വന്തം ഭരണത്തിലുള്ള പഞ്ചായത്തിലെ റോഡുകൾ പോലും നന്നാക്കാതെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള നീക്കമാണ് ഇതോടെ പൊളിഞ്ഞത്. ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.